Good morning, students. ഇന്നത്തെ ടോപ്പിക്കാണ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഇൻ ലേബർ മാർക്കറ്റ് യൂസിങ് ഇൻഡിഫറൻസ് കർവ്സ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലിഷർ ആൻഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ്. അപ്പോൾ ഒരു ട്രഡീഷണൽ തിയറിയിൽ ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യണത് എങ്ങനെയാണെന്നറിയാം. വിത്ത് ദ റിലേറ്റീവ് പ്രൈസസ് ഓഫ് ടു ഗുഡ്സും ആൻഡ് അവൈലബിൾ ഇൻകം, കൺസ്യൂമറിൻ്റെ ഇൻകവും രണ്ട് ഗുഡ്സിൻ്റെ പ്രൈസസും വെച്ചിട്ടാണ് കൺസ്യൂമർ തിയറിയിൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഒരു ഇൻഡിവിജ്വൽ നടത്തുന്നത്. അതായത് രണ്ട് ഗുഡ്സിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പം അത് ഇൻഡിഫറൻസ് കർവിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ആൻഡ് അവൈലബിൾ ഇൻകം എന്നുള്ളത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ടാൻജൻ്റ് ആവുന്ന പോയിന്റിലാണ് ഒരു ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നത്. അപ്പോൾ ലേബർ മാർക്കറ്റിലും ഇതേപോലെ തന്നെ രണ്ട് ഗുഡ്സ് വരുന്നുണ്ട്. ഒന്ന് കൺസംഷൻ, രണ്ടാമത്തത് ലിഷർ. കൺസംഷനെ പല സ്ഥലത്തും ഇൻകം ആയിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. കാരണം ഗുഡ്സ് കൺസ്യൂം ചെയ്യാൻ ഇൻഡിവിജ്വൽസിന് ഇൻകം വേണം. സോ കൺസംഷനും ഇൻകവും ഇൻ്റർചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ലേബർ മാർക്കറ്റിൽ വരുന്ന രണ്ട് ഗുഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻകം ഓർ കൺസംഷൻ ആൻഡ് രണ്ടാമത്തത് ലിഷർ. അപ്പോൾ ഒരു ലേബർ മാർക്കറ്റിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ്. അതായത് ഇവിടെ ടു ഗുഡ്സ് എന്ന് പറയുമ്പം കൺസംഷൻ ഗുഡ് ആൻഡ് ലിഷർ ആയിട്ട് വരും. അവേഴ്സ് ഓഫ് ലിഷർ വിച്ച് ഈൽഡ് ദ സെയിം ലെവൽ ഓഫ് യൂട്ടിലിറ്റി. അതിനർത്ഥം ഒരു ലേബർ മാർക്കറ്റിലെ ഇൻഡിഫറൻസ് കർവ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ പോയിന്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ കോമ്പിനേഷൻ ഓഫ് കൺസംഷൻ ഗുഡ് ആൻഡ് അവേഴ്സ് ഓഫ് ലിഷർ ആയിരിക്കും. ട്രഡീഷണൽ കൺസ്യൂമർ തിയറിയിലെ ഇൻഡിഫറൻസ് കർവിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ലേബർ മാർക്കറ്റിലെ ഇൻഡിഫറൻസ് കർവിനും വരുന്നുണ്ട്. അതായത് ഒരു ഇൻഡിഫറൻസ് കർവിൽ ഏത് പോയിന്റ് എടുത്താലും ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വർക്കറിന് സെയിം ലെവൽ ഓഫ് യൂട്ടിലിറ്റി ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇൻഡിഫറൻസ് കർവ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആൻഡ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും. മൂന്നാമത്തെ പ്രോപ്പർട്ടി രണ്ട് ഇൻഡിഫറൻസ് കർവ്സ് തങ്ങളിൽ ഇന്റർസെക്റ്റ് ചെയ്യത്തില്ല. ആൻഡ് നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ്സ് ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. ഓരോ ഇൻഡിഫറൻസ് കർവ്സ് മുകളിലോട്ട് പോകുന്തോറും ആ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി ആണ്. അപ്പോൾ ഇത് സാധാരണ ട്രഡീഷണൽ ഇൻഡിഫറൻസ് കർവ് തിയറിയിലുള്ള പ്രോപ്പർട്ടീസ് തന്നെയാണ് നമുക്ക് ലേബർ മാർക്കറ്റിലെ ഇൻഡിഫറൻസ് കർവിലും കാണാൻ പറ്റുന്നത്. ആകെ വ്യത്യാസം വരുന്നത് ലേബർ മാർക്കറ്റിൽ രണ്ട് ഗുഡ്സ് ഇൻഡിഫറൻസ് കർവിൻ്റെ ആ കോമ്പിനേഷനെ മെഷർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന രണ്ട് ഗുഡ്സിനുമാണ് മാറ്റം. ഒന്ന് കൺസംഷൻ അല്ലെങ്കിൽ ഇൻകം ആൻഡ് രണ്ടാമത്തേതാണ് ലിഷർ. അപ്പോൾ ഡയഗ്രത്തിൽ കാണാം എക്സ് ആക്സിസിൽ അവേഴ്സ് ഓഫ് ലിഷറും വൈ ആക്സിസിൽ ഇൻകവുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മൂന്ന് ഇൻഡിഫറൻസ് കർവ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്, I0, I1 ആൻഡ് I2. ഒപ്പം ബഡ്ജറ്റ് ലൈൻ BCയും കാണിക്കുന്നുണ്ട്. എക്സ് ആക്സിസിലെ OC amount ഓഫ് ലിഷർ എന്ന് പറയുമ്പം ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ ഇരുന്നാൽ ആ 24 മണിക്കൂർ പെർ ഡേ മൊത്തം ലിഷറിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. അതാണ് OC കാണിക്കുന്നത്. അതേപോലെ തന്നെ OB കാണിക്കുന്നത് ഒരു ലിഷറും കൺസ്യൂം ചെയ്യാതെ മൊത്തം 24 hours വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ഏൺ ചെയ്യാവുന്ന മാക്സിമം ഇൻകമാണ് OB കാണിക്കുന്നത്. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പിനെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇവിടെ ലേബർ മാർക്കറ്റിൽ എക്സ് ആക്സിസിൽ അവേഴ്സ് ഓഫ് ലിഷറും വൈ ആക്സിസിൽ ഇൻകവും മെഷർ ചെയ്യുമ്പം നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലിഷർ ഫോർ ഇൻകം എന്ന് പറയും. അതായത് ഇൻഡിഫറൻസ് കർവിൽ ഓരോ താഴോട്ടുള്ള പോയിന്റ്സിലോട്ടും വരുമ്പോഴും ആ ഓരോ പോയിന്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എത്രത്തോളം എമൗണ്ട് ഓഫ് ഇൻകം ആണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് ഫോർ വൺ അഡീഷണൽ അവർ ഓഫ് ലിഷർ. അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലിഷർ ഫോർ ഇൻകം ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പ്രൈസ് ഓഫ് ലിഷർ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലിഷർ എന്ന് പറയുന്നത് വേജ് റേറ്റ് ആണ്. അതായത് ഓരോ മണിക്കൂറും ലിഷർ ആക്ടിവിറ്റി എൻജോയ് ചെയ്യാൻ എത്രത്തോളം ഇൻകം അല്ലെങ്കിൽ എത്രത്തോളം വേജസ് ആണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലിഷർ എന്ന് പറയുന്നത്. അതായത് ലിഷർ ടൈം എന്നും പറഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ ആ സമയത്ത് വേജ് കിട്ടുന്ന വേറെ എന്ത് ജോലി ചെയ്യാമായിരുന്നോ അതിനെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ലിഷർ ആക്ടിവിറ്റി എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലിഷർ. എന്തിനെയാണോ ഫോർഗോ ചെയ്തിട്ട് അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചുകൊണ്ട് നമ്മൾ ലിഷർ ആക്ടിവിറ്റി എൻജോയ് ചെയ്യുന്നത്, ആ വേണ്ടാന്ന് വെക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലിഷർ. അപ്പോൾ ഇവിടെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻഡിഫറൻസ് കർവ് ഇവിടെ കാണിക്കുന്നത് ഓരോ എക്സ്ട്രാ മണിക്കൂർ ലിഷർ ആക്ടിവിറ്റി എൻജോയ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിഷർ ടൈം എൻജോയ് ചെയ്യുമ്പം എത്രത്തോളം വേജ് റേറ്റ് ആണ് അവിടെ ഫോർഗോ ചെയ്യുന്നത്, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലിഷർ. വേറെ രീതിയിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലിഷർ ഫോർ ഇൻകം അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്.
അപ്പോൾ ഇവിടെ വേറൊരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടത്, ലിഷർ അവേഴ്സും വർക്ക് അവേഴ്സും ഒരേ ആക്സിസിൽ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ ലിഷർ അവേഴ്സ് കൂടുന്തോറും വർക്കിംഗ് അവേഴ്സ് കുറയും എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ലിഷർ അവേഴ്സ് ഓരോ മണിക്കൂറും കൂടുതൽ ലിഷർ ആക്ടിവിറ്റി എൻജോയ് ചെയ്യുന്തോറും അവിടെ വർക്കിംഗ് അവേഴ്സ് ആണ് കുറഞ്ഞു വരുന്നത്. ആ വർക്കിംഗ് അവേഴ്സ് കുറയുന്നത് കൊണ്ട് തന്നെ അവിടെ കിട്ടുന്ന വേജസ് അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ ഇൻകവും അവിടെ കുറയുന്നു. അതാണ് ആ ഒരു ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ട്രഡീഷണൽ കൺസ്യൂമർ തിയറിയിൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പോയിന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റും ഇൻഡിഫറൻസ് കർവും ടാൻജൻ്റ് ആകുന്ന പോയിന്റാണ്. ഇവിടെയും ലേബർ മാർക്കറ്റിലും അതേപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റും ഇൻഡിഫറൻസ് കർവും ടാൻജൻ്റ് ആവുന്ന പോയിന്റിലാണ് ഒരു ഇൻഡിവിജ്വൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അപ്പോൾ ഡയഗ്രത്തിൽ ഇൻഡിഫറൻസ് കർവ് I1ഉം ബഡ്ജറ്റ് കൺസ്ട്രെയിൻ BCയും ടാൻജൻ്റ് ആകുന്നത് പോയിന്റ് എയിലാണ്. അപ്പോൾ പോയിന്റ് എയിൽ OL1 എമൗണ്ട് ഓഫ് ലിഷറും OY1 എമൗണ്ട് ഓഫ് ഇൻകവും നേടിക്കൊണ്ടാണ് ആ ഇൻഡിവിജ്വൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വർക്കർ OL1 എമൗണ്ട് ഓഫ് ലിഷർ ആക്ടിവിറ്റി എൻജോയ് ചെയ്യുകയും അതോടൊപ്പം CL1 എമൗണ്ട് ഓഫ് ടൈം വർക്കിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് OY1 എമൗണ്ട് ഓഫ് ഇൻകം ആണ് ഏൺ ചെയ്യുന്നത്. അങ്ങനെയാണ് പോയിന്റ് എയിൽ വർക്കർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അങ്ങനെ പോയിന്റ് എയിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് എത്താൻ പറ്റുന്ന ഇൻഡിഫറൻസ് കർവിലാണ് ആ വർക്കർ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ നിൽക്കുന്നത്. ആ ഇൻഡിഫറൻസ് കർവാണ് I1. ഈ ഡയഗ്രത്തിൽ കാണാം പോയിന്റ് ഡിയും പോയിന്റ് ഇയും പോയിന്റ് എയിനേക്കാൾ ഇൻഫീരിയർ ആയിട്ടാണ് ഇവിടെ ഇൻഡിവിജ്വൽ കാണുന്നത്. കാരണം പോയിന്റ് എനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ പോയിന്റ് ഡിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ എമൗണ്ട് ഓഫ് ലിഷർ, അതായത് കുറച്ച് സമയമേ ലിഷറിന് കൊടുക്കുന്നുള്ളൂ. അതേസമയം അതിൻ്റെ അർത്ഥം കൂടുതൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് പോയിന്റ് ഡിയിൽ ആ വർക്കറിന് കൂടുതൽ ഇൻകം കിട്ടുന്നു. പക്ഷേ പോയിന്റ് ഡിയിൽ ആ വർക്കർ ഓവർ എംപ്ലോയിഡ്, കൂടുതൽ ജോലി ചെയ്യുന്നതായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ കുറച്ച് ജോലി ചെയ്തുകൊണ്ട് കൂടുതൽ ലിഷർ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ പോയിന്റ് എയിലോട്ട് മാറുന്നു. അതേസമയം പോയിന്റ് ഇയിൽ ആ ഇൻഡിവിജ്വൽ അണ്ടർ എംപ്ലോയിഡ് ആയിട്ടാണ് ആ ഒരു ഇൻഡിവിജ്വലിന് തോന്നുന്നത്. കാരണം പോയിന്റ് ഇ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അവിടെ കൂടുതൽ അവേഴ്സ് ഓഫ് ലിഷർ ആണ് ആ ഒരു ഇൻഡിവിജ്വൽ എൻജോയ് ചെയ്യുന്നത്. അതായത് കൂടുതൽ നേരം ലിഷർ ആക്ടിവിറ്റിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു, കുറച്ച് സമയമേ വർക്കിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പോയിന്റ് ഇയിൽ ആ ഒരു വർക്കറിന് കിട്ടുന്ന ഇൻകവും വളരെ കുറവായിരിക്കും. അപ്പോൾ അവിടെ അണ്ടർ എംപ്ലോയിഡ് ആയിട്ടാണ് ആ ഒരു ഇൻഡിവിജ്വലിന് ഫീൽ ചെയ്യുന്നത്, അധികം വർക്ക് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരുന്നു. അതുകൊണ്ട് തന്നെ പോയിന്റ് ഇ വീണ്ടും പോയിന്റ് എയിനേക്കാൾ ഇൻഫീരിയർ ആയിട്ട് ആ ഇൻഡിവിജ്വലിന് തോന്നുന്നത് കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയിന്റ് എയിലോട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പോയിന്റ് ഇ ആൻഡ് പോയിന്റ് ഡിയിൽ കാണാൻ പറ്റുന്നത് ആ ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി ലെവൽ, അതായത് ഇൻഡിഫറൻസ് കർവ് I0യിലാണ് നിൽക്കുന്നത്. അതായത് യൂട്ടിലിറ്റി ലെവൽ അവിടെ കുറവാണ്. അതേസമയം പോയിന്റ് എയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ്, അതായത് ഹയർ യൂട്ടിലിറ്റിയാണ് കമ്പാരിറ്റീവ്ലി കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ലേബർ മാർക്കറ്റിൽ ഒരു വർക്കർ ലിഷർ അവേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സും ഇൻകവും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്.